ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞിട്ടും വൈദ്യുതി എത്താതെ മോട്ടോർ വാഹന വകുപ്പ് പാലക്കാട് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസ്. മൊബൈൽ വെളിച്ചത്തിലാണ് ജീവനക്കാർ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നത്. ബിൽ കുടിശ്ശിക വന്നതോടെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത്. 2 മാസത്തെ ബില്ല് കുടിശ്ശികയായതോടുകൂടി ജനുവരി 2-നാണ് KSEB വന്ന് ഈ ഓഫീസിലെ ഫ്യൂസ് വരുന്നത്. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു, ഇതുവരെയും തുടർ നടപടികളൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ഈ ജീവനക്കാർ പണിയെടുക്കുന്നത് മൊബൈൽ വെട്ടത്തിലാണ്. ഇനി ഇത് എത്ര നാൾ ഇങ്ങനെ തുടരേണ്ടി വരും എന്നതാണ് ഉയരുന്ന ചോദ്യം. ഫ്യൂസ് ഊരാൻ KSEBക്കും ബില്ലടയ്ക്കാത്തതിൽ മോട്ടോർ വാഹന വകുപ്പിനും വിശദീകരണമുണ്ട്. നവംബർ മാസം ബില്ല് കുടിശ്ശികയായപ്പോൾ തന്നെ KSEB അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഡിസംബർ മാസത്തെ ബില്ലും കുടിശ്ശികയായി ആകെ അടയ്ക്കേണ്ട തുക 1.5 ലക്ഷം കടന്നതോടെ KSEB ഉദ്യോഗസ്ഥരെത്തി മുന്നറിയിപ്പും ഔദ്യോഗികമായി നോട്ടീസും നൽകി. പക്ഷേ ബില്ലടയ്ക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഫ്യൂസ് ഊരിയതെന്നാണ് KSEBയുടെ വിശദീകരണം. നേരത്തെ ഓഫീസ് മെയിൻ്റനൻസ് ചുമതലയുള്ള കെൽട്രോൺ അടച്ചിരുന്ന വൈദ്യുതി ബിൽ കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി. ആദ്യ മാസങ്ങളിൽ ധനകാര്യ വകുപ്പിന് കൈമാറിയിരുന്ന ബിൽ കൃത്യമായി അടച്ചിരുന്നെങ്കിലും നവംബർ മുതൽ കുടിശ്ശികയായി. പോയ മാസവും ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുഖേന ഫിനാൻസ് വിഭാഗത്തിൽ ബിൽ കൈമാറിയെങ്കിലും തുക കൈമാറിയിട്ടില്ലെന്നാണ് RTOയുടെ വിശദീകരണം. ഇതോടെ ജില്ലയിലെ 6 താലൂക്കുകളിലായി സ്ഥാപിച്ച 47 AI ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനവും സ്തംഭിച്ചു. ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.